വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിലെ തെരച്ചിലിൽ ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി. വെള്ളാർമലയിൽ നിന്നാണ് കൈയുടെ ഭാഗം കണ്ടെത്തിയത്. ഷഹദ് റഹ്മാൻ ചേരുന്നു വിവരങ്ങളുമായി. ഷഹദ്, എന്താണ് തെരച്ചിലിന്റെ വിശദാംശങ്ങൾ? ഏത് ഭാഗത്ത് നിന്നാണ് കണ്ടുകെട്ടിയത്? എന്തൊക്കെയാണ് ഈ തെരച്ചിൽ സംഘം ഇതേപ്പറ്റി പറയുന്നത്? സ്കൂളിന് സമീപത്താണ്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ തെരച്ചിൽ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ ഇവിടെ ചൂരൽമല സ്കൂളിൽ നിന്ന് ഡോക്യുമെന്റുകളൊക്കെ കിട്ടുമോ എന്നുള്ളതാണ് പരമാവധി ഫയർഫോഴ്സിനെ കൊണ്ട് സാധിക്കും വിധം ഫയർഫോഴ്സ് നടത്തുന്നത്. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഒരു ശരീരഭാഗം കണ്ടെത്തി എന്ന തരത്തിൽ ഇപ്പോൾ നമ്മുടെ ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൈയിന്റെ ഭാഗമാണ് കിട്ടിയിട്ടുള്ളത്. ചൂരൽമലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തു നിന്നാണ് ഈ ഭാഗം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സിൽ ഒരു ഉദ്യോഗസ്ഥരുണ്ട്. സാറേ, ഇപ്പം ഈ കൈയിന്റെ ഭാഗം കണ്ടെത്തി എന്ന് പറയുന്നത് ഏത് ഭാഗത്ത്? നമ്മുടെ വെള്ളാർമല മുകൾ ഭാഗത്താണ്. ഇവിടെ കാര്യമായിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഞങ്ങൾ സെർച്ചിങ്ങിൻ്റെയാണ് നോക്കുന്നത്. അതിൽ കുറേ ഡോക്യുമെന്റ് കാര്യങ്ങളുണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഈ മലവെള്ളപ്പാച്ചൽ, ഈ ചുരുൾപ്പൊട്ടിന്റെ പാച്ചലിൽ അതിൽ ബോഡി കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. ഇതിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ കയറി പരിശോധിച്ചില്ല എന്ന് തോന്നുന്നു. ഇതിൽ ഇതുപോലെ ചെറിയ JCB കയറി പരിശോധിച്ചില്ല. അത് ഇപ്പം നടക്കുന്നത്. ഇപ്പം ബിൽഡിംഗ് കേന്ദ്രീകരിച്ച് തന്നെയാണ് നമ്മുടെ മാക്സിമം സെർച്ച് നടക്കുന്നത്. അങ്ങനെയാണ് വേണം. കാരണം ഇന്നു മുതൽ ഞാൻ അല്പം മുമ്പ് ഈ ഫയർഫോഴ്സിലെ ഇവിടെ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞതും അതാണ്. അതായത് ഇനി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ, കാരണം പരമാവധി ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇത്തരത്തിൽ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, അതായത് ഈ ബിൽഡിങ്ങുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇനിയുള്ള മണിക്കൂറുകളിൽ തിരച്ചിൽ നടത്താൻ ഇവർ ഉദ്ദേശിക്കുന്നത്. കാരണം കുറേ അധികം വീടുകളുണ്ട്, അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെയുണ്ട്, സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങുകൾക്കുള്ളിൽ ഈ മണ്ണും ചെളിയും വലിയ രീതിയിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ കയറാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. ഇപ്പം വെയിലൊക്കെ അറച്ചു, കാര്യങ്ങൾ കുറെ കൂടി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് ഇതിനുള്ളിൽ ഇത്തരത്തിൽ ഈ JCB, അതുപോലെ തന്നെ ഹിറ്റാച്ചി, ഈ ചെറിയ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് കയറുകയും അതിനുള്ളിൽ പരിശോധന നടത്തുകയുമാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചിരുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകളൊക്കെ കിട്ടുമോ, ഏതെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കാരണം ഇതിനുള്ളിലേക്ക് ഇതുവരെ അങ്ങനെ ഈ യന്ത്രങ്ങളൊന്നും കയറ്റി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ കയറി പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തെരച്ചിലാണ് പ്രധാനമായിട്ടും ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് ഈ കൈയിന്റെ ഭാഗം എന്ന് പറയുന്നത്, ശരീരത്തിന്റെ ഒരു ഭാഗം കണ്ടെത്തുന്നത് കൈയാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ നമ്മളോട് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ശരീരഭാഗം കണ്ടെത്തിയ ഭാഗത്ത് നിന്ന് തന്നെ ആധാർ കാർഡ്, അതുപോലെ തന്നെ അനുബന്ധ രേഖകളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ആ ലഭിച്ചിട്ടുള്ള ഈ ശരീരഭാഗം അത് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ഏകദേശം 300ഓളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞർ അവരുടെ പരിശോധന മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ഏറ്റവും മുകളിലെ ടോപ്പ് മുതൽ ഏറ്റവും താഴെ തട്ട് വരെയാണ് പരിശോധന നടത്തുക. ആ തെരച്ചിലും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ചൂരൽമലയിൽ നിന്നാണ് ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകിയത്. വെള്ളാർമലയിലെ മുകൾ ഭാഗത്തു നിന്ന് ഒരു ശരീരാവശിഷ്ടം കൂടി ഫയർഫോഴ്സ് സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് അവിടെ പുരോഗമിക്കുന്നത്.